റായിമിന്റെയും ജൂവന്റെയും ഐഡന്റിറ്റിയിൽ സംശയം തോന്നിയ ജങ്സുവും ഓസ്കയും അവരെ ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കുന്നത് വരെയായിരുന്നു നമ്മൾ കണ്ടത്. ആദ്യം രണ്ടുപേരും സത്യം പറയാൻ തയ്യാറാവുന്നില്ല. പക്ഷേ ഓസ്ക ഡോക്ടറെ തിരികെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ റായിം പെട്ടെന്ന് ഫോൺ തിരികെ വാങ്ങിച്ചിട്ട് താൻ റായമാണ് എന്നുള്ള വിവരം അവനോട് പറയുന്നു. സ്വാഭാവികമായും ഓസ്ക അത് വിശ്വസിക്കുന്നില്ല. അവന്റെ മനസ്സിന്റെ സമനില ശരിക്കും തെറ്റിയതാണ് എന്ന് അവൻ വിചാരിക്കുന്നു. പറയുന്നത് സത്യം തന്നെയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി റായും ഓസ്കയ്ക്കും തനിക്കും മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓസ്ക ആകെ കൺഫ്യൂഷൻ ആവുന്നു. ഇതേ സിറ്റുവേഷൻ തന്നെയായിരുന്നു ജൂവണിനും. താൻ ജൂവൺ ആണ് എന്നുള്ള വിവരം അവനും ജങ്സുവിനോട് പറയുന്നു. പക്ഷെ ജങ്സുവും അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ഈ സമയത്താണ് റായും ജൂവന്റെ ഫോണിലേക്ക് വിളിച്ചത്. ഓസ്ക സത്യം കണ്ടുപിടിച്ചതിനെ കുറിച്ച് പറഞ്ഞത്. ഇവിടെയും സിറ്റുവേഷൻ അത് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരികയാണ് എന്ന് പറഞ്ഞാണ് ജൂവൺ ഫോൺ വെച്ചത്. ഞാൻ പറയുന്നതൊക്കെ സത്യം തന്നെയാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്തി തരാം, അതിന് എൻ്റെ ഒപ്പം വരാൻ പറഞ്ഞ് അവൻ ജങ്സുവിനെയും വിളിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് പോയത്. ഓസ്കയും ജങ്സുവിനെയും മുന്നിലെത്തി രണ്ടുപേരും നടന്നതൊക്കെ പറയുന്നു. പക്ഷെ രണ്ടുപേർക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മണിക്കൂറുകളോളം രണ്ടുപേരും കൂടി പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ലതുപോലെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് കുറച്ചെങ്കിലും ഓസ്കയും ജങ്സുവും അവരെ വിശ്വസിക്കാൻ തയ്യാറായത്. മഴയാണ് തങ്ങളുടെ ഈ മാറ്റത്തിന് കാരണമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത മഴ പെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണ് എന്ന് അവർ അവരെ അറിയിക്കുന്നുണ്ട്. പൂർണ്ണ ബോധ്യം വന്നില്ലെങ്കിലും തൽക്കാലം അവർ പറയുന്നത് വിശ്വസിക്കുകയല്ലാതെ ഓസ്കയ്ക്കും ജങ്സുവിനും വേറെ വഴിയില്ല. ആയോങ്ങിന്റെ നഷ്ടപ്പെട്ട ജോലി ജൂവന്റെ ഇടപെടൽ കാരണം പ്രമോഷനോടുകൂടി തിരികെ കിട്ടിയിരിക്കുകയാണ്. അതിന്റെ സന്തോഷത്തിലാണ് അവളും കിമ്മും. ഓസ്ക ഈ കരിയർ ഉപേക്ഷിക്കാൻ ഏതാണ്ട് തീരുമാനിച്ച അവസ്ഥയിലാണല്ലോ. അവന്റെ അമ്മ ഈ അവസരം മുതലെടുത്ത് അവനെ കമ്പനിയിലേക്ക് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയാനായി അമ്മ അവന്റെ വീട്ടിലെത്തുന്നു. ആ സമയത്ത് മാനേജറും അസിസ്റ്റന്റും അവിടെ ഉണ്ട്. ഇത്രയും നാൾ കളിച്ചു നടന്നതൊക്കെ മതിയാക്കി ഇനി മുതൽ കമ്പനിയുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ അമ്മ അവനോട് ആവശ്യപ്പെട്ടത്. പക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും തൽക്കാലം താല്പര്യമില്ല. ഇപ്പോൾ അത്യാവശ്യമായി മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാമെന്ന് പറഞ്ഞ് ഓസ്ക അമ്മയെ അവിടെ നിന്ന് ഒഴിവാക്കി വിടുന്നു. ഓസ്കയ്ക്ക് താൻ പലരോടും വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നുള്ള ചിന്ത അടുത്തിടെ വന്നു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ മോശമായി പെരുമാറിയിട്ടുള്ളവരുടെ എല്ലാം ലിസ്റ്റ് ഒന്ന് റെഡിയാക്കിയിട്ട് അവരെല്ലാം നേരിട്ട് വിളിച്ച് ക്ഷമ പറയാനുള്ള തീരുമാനത്തിലാണ് അവൻ. മാനേജറും അസിസ്റ്റന്റും കൂടി അതിനുള്ള ലിസ്റ്റ് തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ഓരോരുത്തരുടെയും ഫോൺ നമ്പറും അതിലുണ്ട്. ഓസ്ക അപ്പോൾ തന്നെ ആ ലിസ്റ്റിലുള്ള ഓരോരുത്തരെയും വിളിച്ച് താൻ ചെയ്ത തെറ്റിന് ക്ഷമ പറയാൻ തുടങ്ങുന്നു. ആദ്യം അവൻ പറഞ്ഞപ്പോൾ അസിസ്റ്റന്റും മാനേജറും ഒക്കെ തമാശയാണ് എന്നാണ് വിചാരിച്ചത്. അവൻ കോൾ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് സത്യം തന്നെയാണ് എന്ന് അവർക്ക് മനസ്സിലാവുന്നത്. ഏറ്റവും കൂടുതൽ മോശമായി പെരുമാറിയിട്ടുള്ളത് അവരോട് രണ്ടുപേരോടുമാണല്ലോ. അവൻ അതിന് അവരോടും സോറി പറയുന്നുണ്ട്. ആ മ്യൂസിക് കമ്പോസർ കാരണമാണല്ലോ ഓസ്ക ഇപ്പോൾ കരിയറിൽ ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തിരിക്കുന്നത്. അതേ കമ്പോസർ വേറെ പലരെയും ഇതേ രീതിയിൽ തന്നെ പറ്റിച്ചിട്ടുണ്ട് എന്ന് യൂൻസിയോളിനും സോണിനും വിവരം കിട്ടിയിരുന്നു. പക്ഷെ മുമ്പ് പറ്റിക്കപ്പെട്ടവരാരും ഇതേവരെ ഒരു പരാതി പോലും നൽകിയിട്ടില്ല. ഓസ്കെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സഹായിക്കാനായി അങ്ങനെ മുമ്പ് പറ്റിക്കപ്പെട്ടവരെ കണ്ടെത്തി സത്യാവസ്ഥ പുറത്ത് പറയാൻ അവരെ പ്രേരിപ്പിക്കാൻ രണ്ടുപേരും കൂടി തീരുമാനിക്കുന്നു. റായും ജൂവന്റെ ഒപ്പം ഇരിക്കുമ്പോഴാണ് അവളുടെ ഓഡിഷൻ അയച്ച ഡെമോ വീഡിയോ പാസ്സായിരിക്കുന്നു എന്നുള്ള മെസ്സേജ് വന്നത്. അങ്ങനെ അവൾക്ക് ഫൈനൽ ഓഡിഷന് പങ്കെടുക്കാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജൂവൻ വേണമല്ലോ ഓഡിഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും എനിക്കത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പോകുമെന്ന് പ്രതീക്ഷിക്കരുത് എന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷേ ഇതെൻ്റെ ലൈഫ് ലോങ് ഡ്രീമാണ്, എങ്ങനെയെങ്കിലും പങ്കെടുത്തേ പറ്റുള്ളൂ. ഓഡിഷൻ പാസ്സായില്ലെങ്കിലും കുഴപ്പമില്ല. സാധാരണ ഓഡിഷന് ഒരാളെ മാത്രമേ കയറ്റാറുള്ളൂ. പക്ഷേ ഇതിന് ഒരാൾക്കൊപ്പം കൂടെ ചെന്ന് കാണാനുള്ള പെർമിഷനുണ്ട്. ഞാൻ കൂടെ വന്ന് നിന്ന് കണ്ടോളാം, നിനക്ക് പറ്റുന്നതുപോലെ നീ പെർഫോം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് റായും അവനെ നിർബന്ധിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെയാണ് ജങ്സു ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഫോണിലേക്ക് വിളിച്ചത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആഷൻ സ്കൂളിലേക്ക് ചെന്ന് ജങ്സുവുമായി മീറ്റ് ചെയ്യുന്നു. റായിമിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ജൂവനാണ് പകരം വിടാൻ ഉദ്ദേശിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ജങ്സു അവരെ വഴക്ക് പറയുന്നു. ഇത് കുട്ടിക്കളിയല്ല, അവൾ ഇത്രയും കാലം പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഓഡിഷനിൽ പങ്കെടുക്കാൻ ചാൻസ് കിട്ടിയതാണ്. ആക്ഷനെ കുറിച്ച് ഒന്നും അറിയാത്ത ജൂവന് എങ്ങനെ ഇത് സാധിക്കാനാണ്, അത് അവന് അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജങ്സു അതിനെ ശക്തമായി എതിർക്കുന്നു. ആദ്യം ജൂവനും അത് അനുകൂലിച്ച് പറയുന്നുണ്ടെങ്കിലും റായിമിന്റെ ആഗ്രഹം അതാണെങ്കിൽ പോവാൻ തയ്യാറാണ് എന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷേ അവനൊരു കണ്ടീഷൻ വെക്കുന്നു. ഇന്നു മുതൽ റായും അവന്റെ ഒപ്പം വീട്ടിൽ താമസിക്കണം. ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് അവളത് സമ്മതിക്കുന്നു. അങ്ങനെ അന്ന് തന്നെ അവളുടെ സാധനങ്ങളെല്ലാം അവിടേക്ക് കൊണ്ടുവന്ന് അവൾ അവിടെ താമസിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ ഓഡിഷൻ കഴിയുന്നത് വരെ ആഷൻ സ്കൂളിലേക്ക് ചെല്ലില്ല എന്ന് ജങ്സുവിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ തന്നെ നിന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി എന്നൊക്കെ അവൻ ചെന്ന് കയറിയപ്പോൾ തന്നെ അവളോട് പറയുന്നുണ്ട്. അന്ന് രാത്രി കിടക്കുന്ന സമയത്ത് ജൂവന്റെ അസുഖത്തെ പറ്റി റായും അവനോട് ചോദിക്കുന്നു. ഇന്നുവരെ അക്കാര്യം മറ്റാരോടും പറയാൻ അവൻ തയ്യാറായിട്ടില്ല. പക്ഷെ അവൾ ചോദിച്ചപ്പോൾ ക്ലോസ്ട്രോഫോബിയ എന്ന തന്റെ കണ്ടീഷനെ പറ്റി അവൻ അവളോട് പറയുന്നുണ്ട്. ഇടുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കയറുമ്പോൾ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയാണ്, ഇതുകൊണ്ടാണ് ലിഫ്റ്റിനുള്ളിൽ കയറാൻ പറ്റാത്തത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അകപ്പെട്ട് കഴിയുമ്പോൾ ശ്വാസം മുട്ടുക മാത്രമല്ല അധിക സമയം അവിടെ നിന്ന് കഴിഞ്ഞാൽ അറ്റാക്ക് വരെ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അവൻ അവളെ അറിയിക്കുന്നു. അവന്റെ അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവൾക്ക് ശരിക്കും വിഷമം തോന്നുന്നുണ്ട്. അടുത്ത ദിവസം മുതൽ രണ്ടുപേരും കൂടി ഓഡിഷന് വേണ്ടിയുള്ള പ്രാക്ടീസ് തുടങ്ങുന്നു. വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ രണ്ടുപേരും ഫുൾ ടൈം. എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിലും പാർക്കും ബാക്കി ഓഫീസേഴ്സ് കൂടി വീട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ആ സമയത്തൊക്കെ ജൂവൻ മീറ്റിംഗ് നടക്കുന്നതിന് അടുത്തായി പോയി നിന്ന് ഏത് ഫയൽ ഒപ്പുവെക്കണം, ഏത് ഒപ്പുവെക്കരുത് എന്നൊക്കെ റായിമിന് ക്ലൂ നൽകുന്നു.
അങ്ങനെ സ്മൂത്തായിട്ട് രണ്ടുപേരും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സോണും യൂൻസിയോളും കൂടി മറ്റേ കമ്പോസർ ചീറ്റ് ചെയ്ത പല സീനിയേഴ്സിനെയും കണ്ടു നോക്കുന്നുണ്ടെങ്കിലും ആരും കൺഫ്യൂസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. തങ്ങളുടെ കരിയറിനെ അത് ബാധിക്കുമോ എന്നുള്ള പേടിയാണ് എല്ലാവർക്കും. അങ്ങനെ അവർ നിരാശരാകുന്നുണ്ട്. റൈമിൻ്റെ ഗൈഡൻസിൽ ജൂവണും അത്യാവശ്യം നന്നായി ആക്ഷനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം പ്രാക്ടീസിനിടയിലാണ് തങ്ങളുടെ സോൾ എങ്ങനെയാണ് എക്സ്ചേഞ്ച് ആവുന്നത് എന്നതിനെക്കുറിച്ച് അവർ ചിന്തിച്ചത്. ആദ്യമായി ഇങ്ങനെ സംഭവിച്ചത് അന്ന് കാട്ടിനുള്ളിലെ ആ ഹോട്ടലിൽ നിന്ന് കിട്ടിയ വൈൻ കഴിച്ചതിന് ശേഷമാണോ എന്ന് രണ്ടുപേർക്കും സംശയം തോന്നുന്നു. എങ്കിൽ പിന്നെ അതിനെക്കുറിച്ചൊന്ന് അറിയാമെന്ന് കരുതി രണ്ടുപേരും കൂടി അപ്പോൾ തന്നെ ജെജു ഐലൻഡിലേക്ക് പോകുന്നുണ്ട്. കാട്ടിനുള്ളിലെ ആ ഹോട്ടലിൽ അവർ എത്തുന്നുണ്ട്. പക്ഷെ അന്ന് കണ്ടതിൽ നിന്ന് പല മാറ്റങ്ങളും പുറമേ തന്നെ ഉണ്ടായിരുന്നു. അകത്ത് കയറിയപ്പോഴും നല്ല വ്യത്യാസമുണ്ട്. അന്നത്തെ പോലെ അവിടെ അലമാരകളിൽ നിറയെ പൂക്കൾ കൊണ്ടുണ്ടാക്കിയ വൈനൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ നടത്തിപ്പുകാരിയും മറ്റൊരാളായിരുന്നു. വേറെ ആരെങ്കിലും നടത്തിപ്പുകാരായിട്ടുണ്ടോ എന്നൊക്കെ രണ്ടുപേരും കൂടി അവരോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ 10-20 വർഷങ്ങളായിട്ട് ഞാൻ തന്നെയാണ് ഈ ഹോട്ടൽ നടത്തുന്നത്, ഇവിടെ മറ്റാരും ഇല്ല എന്നൊക്കെ ആ സ്ത്രീയിൽ നിന്ന് അവർ അറിയുന്നു. അങ്ങനെ ഒരു എത്തും പിടിയും കിട്ടാതെ ആകെ കൺഫ്യൂഷനായിട്ടാണ് അവർ തിരികെ പോയത്. അന്ന് ആ സ്ത്രീയിൽ നിന്ന് വൈൻ വാങ്ങരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നീ അത് വാങ്ങി കുടിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് തിരികെ പോകുന്ന വഴി ജൂവൺ റൈമിനെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. രണ്ടുപേരും കൂടി തിരികെ വീട്ടിലെത്തിയപ്പോൾ ജൂവന്റെ അമ്മ അവരുടെ പെട്ടിയും സാധനങ്ങളുമൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിൽപ്പുണ്ട്. രണ്ടുപേരും കൂടി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളാൻ അവർ പറയുന്നു. രണ്ടുപേരെയും വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. ആദ്യം ഓസ്കയുടെ അടുത്തേക്കാണ് രണ്ടുപേരും കൂടി ചെന്നത്. രണ്ടുപേരും കൂടി അവിടെ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഓസ്ക എതിർക്കുന്നു. ഒന്നാമത് ജൂവൺ റൈമും ജൂവണുമാണ് എന്നറിഞ്ഞതോടെ ഓസ്കയ്ക്ക് രണ്ടുപേരെയും ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരാളെങ്കിലും അവിടെ താമസിപ്പിച്ചേ പറ്റൂ എന്ന് ജൂവൺ പറയുന്നു. അതിനെന്തെങ്കിലും ഒരു തീരുമാനമാവുന്നതിന് മുമ്പേ ഓസ്കയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. കഴിഞ്ഞ ദിവസം അവൻ കുറേ ആളുകളെ വിളിച്ച് ക്ഷമ പറയുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അതിൽ ഒരു ഡയറക്ടറാണ് അവനെ വിളിച്ചത്. നേരിട്ടൊന്ന് കാണണമെന്ന് അയാൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഓസ്ക അയാളെ മീറ്റ് ചെയ്യാനായി പോകുന്നുണ്ട്. അയാളുടെ കരിയറിൽ ആദ്യമായിട്ടാണ് ഏതെങ്കിലും ഒരു ആക്ടർ ഇങ്ങനെ വിളിച്ച് ആത്മാർത്ഥമായി ക്ഷമ പറയുന്നത്. അതിൻ്റെ സന്തോഷത്തിൽ ഓസ്കയെ സഹായിക്കാനായിട്ടായിരുന്നു അയാൾ അവനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞത്. അവനെ ചീറ്റ് ചെയ്ത കമ്പോസർ ഇതേപോലെ തന്നെ മുമ്പ് വേറെയും പല ആർട്ടിസ്റ്റുകളെയും ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അയാൾക്ക് നേരിട്ട് അറിയാമായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അയാൾ അവനോട് പറയുന്നു. ഒരു സിംഗറിന്റെ പേരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓസ്ക ആ സിംഗറിനെ വിളിച്ചിട്ട് അവരുമായി മീറ്റ് ചെയ്യാനായി ചെല്ലുന്നു. ആ സമയത്ത് അവരുടെ അടുത്ത് യൂൻസിയോളും സോണും ഇരിപ്പുണ്ട്. ഓൾറെഡി അവർ രണ്ടുപേരും കൂടി അവരോട് സംസാരിച്ച് കൺഫ്യൂസ് ചെയ്യുന്നതിനുള്ള സമ്മതമൊക്കെ വാങ്ങിയിരുന്നു. ഓസ്കയെ കണ്ടപ്പോൾ അവർ ആദ്യം അതിന് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം മുമ്പ് ഓസ്ക അവരുമായിട്ട് ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ടായിരുന്നു. ഓസ്കയുമായി സഹകരിക്കാൻ താല്പര്യമില്ലെങ്കിലും യൂൻസിയോളും സോണും കൂടി പറഞ്ഞതുകൊണ്ട് തൽക്കാലം കൺഫ്യൂസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് അവർ അറിയിക്കുന്നു. സോണിനോട് താല്പര്യം തോന്നുന്നതിനാൽ അവന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. എനിക്കൊരാളെ ഇഷ്ടമാണ് എന്ന് അവൻ പറയുന്നു. അത് ആരാണ് എന്ന് ഓസ്ക ചോദിച്ചെങ്കിലും തൽക്കാലം അതിനെക്കുറിച്ച് വിട്ടിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ സോൺ പറയുന്നുണ്ട്. അവർ തൻ്റെ സപ്പോർട്ട് അറിയിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞപ്പോൾ യൂൻസിയോൾ അവിടെ നിന്ന് പോകാൻ എഴുന്നേറ്റെങ്കിലും ഓസ്ക അവളുടെ കയ്യിൽ പിടിച്ചിട്ട് അവളോട് കുറച്ച് സമയം കൂടി അവിടെ ഇരിക്കാൻ പറയുന്നുണ്ട്. തങ്ങൾക്ക് പ്രൈവസി കിട്ടാൻ വേണ്ടി സോണിനോട് അവിടെ നിന്ന് പോകാനും പറയുന്നു. അവൻ അതിഷ്ടമില്ലാത്ത രീതിയിലാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. യൂൻസിയോളിന് അവിടെ ഇരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ഓസ്കയുടെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ ഇരുന്നതാണ്. അവൾ ബ്രേക്കപ്പ് ആയതിന് കാരണം എന്താണ് എന്ന് കണ്ടെത്തിയതിനെക്കുറിച്ച് ഓസ്ക അവളോട് പറയുന്നു. അന്ന് അങ്ങനെ അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കേണ്ടി വന്നതിന് അവൻ ക്ഷമ പറയുന്നുണ്ട്. അന്ന് പറഞ്ഞ വാക്കുകളൊന്നും സത്യമല്ല, അപ്പോഴത്തെ സിറ്റുവേഷനിൽ അറിയാതെ എങ്ങനെ പറഞ്ഞു പോയതാണ് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. യൂൻസിയോളിനും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും സങ്കടം വരുന്നു. എന്തായാലും അവൾ അതിന് മറുപടിയൊന്നും പറയാതെയാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത്. അവൾ തിരികെ ഓഫീസിൽ ചെല്ലുമ്പോൾ സോൺ അവളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സോണിനെ തന്റെ കമ്പനിയിലെ കരാർ ഒപ്പിടിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ യൂൻസിയോൾ കുറെ കാലമായി അവന്റെ പുറകെ നടന്നത്. പക്ഷേ അത് തന്നോടുള്ള താല്പര്യം കൊണ്ടല്ല, മറിച്ച് ഓസ്കയോട് വാശി തീർക്കാനാണ് എന്ന് സോണിന് ഇതിനകം മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഓസ്കയെ തോൽപ്പിക്കാനായിരുന്നു തന്റെ ഉദ്ദേശമെന്ന് അവൾ തുറന്ന് പറയുന്നു. ഓസ്കയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം എന്നെയാണ്. ഞാൻ എവിടെ പോയാലും അവൻ എന്റെ പുറകെ നടന്ന് കൂടെ ചെല്ലുമോ എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ സോൺ അവളോട് കുറിച്ച് അഹങ്കാരത്തോടെ പറയുന്നുണ്ട്. അവന്റെ സംസാരം കേട്ടപ്പോൾ ഒരു ആണിന് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന സ്ത്രീകൾ തമ്മിൽ പറയുന്ന അസൂയുള്ള വാക്കുകൾ പോലെയാണ് യൂൻസിയോളിനെ ഫീൽ ചെയ്തത്. അവൾ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. എനിക്കത് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സോൺ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അവന്റെ ഉദ്ദേശം എന്താണെന്ന് യൂൻസിയോളിന് ശരിക്കും മനസ്സിലാവുന്നില്ല. ഇംഗ്ലീഷ് സിനിമയുടെ ഓഡിഷന് വേണ്ടി വിദേശത്തു നിന്നുള്ള ആളുകളൊക്കെ എത്തിയിരിക്കുകയാണ്. അതിന് മുമ്പ് മഴ പെയ്യുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു റായും. പക്ഷേ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ജൂവൺ തന്നെയാണ് ഓഡിഷന് പോവേണ്ടത്. ഓഡിഷൻ സ്ഥലത്തെത്തിയത് രണ്ടുപേരും കൂടിയാണ്. ജൂവൺ നല്ല ടെൻഷനിലാണ്. പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ റായും അവനെ സമാധാനിപ്പിച്ച് കൂടെ നിൽക്കുന്നു. ഈ സമയത്താണ് ജൂവന്റെ ഫോണിലേക്ക് അവൻ്റെ മുത്തശ്ശൻ ഓഫീസിലെത്തിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്ന് പറഞ്ഞ് അസിസ്റ്റന്റിന്റെ മെസ്സേജ് വന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവനെ പോവാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ഓഡിഷൻ തുടങ്ങാൻ 1 മണിക്കൂർ ബാക്കിയുണ്ടല്ലോ, അതിനുള്ളിൽ ഞാൻ പോയി മുത്തശ്ശനോട് എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് തിരികെ വരാമെന്ന് പറഞ്ഞ് റായും അവനായിട്ട് ഓഫീസിലേക്ക് പോകുന്നു. തനിച്ച് എന്തായാലും ഓഡിഷന് കയറില്ല, അവൾ വരുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യുമെന്ന് ജൂവൺ അവളോട് പറയുന്നുണ്ട്. അങ്ങനെ അവൻ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുകയാണ്.
ജുവൻ ഫുൾ ടൈം ഓഫീസിൽ ഇരിക്കാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതിന് മുത്തശ്ശൻ അസിസ്റ്റന്റിനെ വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. മുത്തശ്ശിയും പാർക്കും അദ്ദേഹത്തിനൊപ്പമുണ്ട്. പാർക്ക് ഈ അവസരം മുതലെടുത്ത് ജുവന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു സംസാരം നടത്തി നോക്കുന്നുണ്ട്. പക്ഷേ അത് കേട്ടപ്പോൾ മുത്തശ്ശി അയാളെ വഴക്ക് പറയുന്നു. ഇപ്പോഴുള്ള സ്ഥാനം തന്നെ അധികമാണ്, ഇനി ഇതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കരുത്, ഒരിക്കലും അവിടെ എത്താൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾക്ക് ശക്തമായ വാണിംഗ് നൽകുന്നുണ്ട്. സ്വന്തം സഹോദരി തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പാർക്ക് കുറച്ച് ഡിപ്രസ് ആയി പോകുന്നുണ്ട്. ഈ സമയത്താണ് റായും അങ്ങോട്ടേക്ക് എത്തിയത്. മുത്തശ്ശൻ അവൻ ഓഫീസിൽ ഇരിക്കാത്തതിനെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശി അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഞങ്ങൾ ഷോപ്പിങ്ങിന് എത്തിയപ്പോൾ വെറുതെ ഇങ്ങോട്ട് കയറിയതാണ് എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചിട്ട് അവർ മുത്തശ്ശനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ജുവൻ ഓഡിഷന് നിൽക്കുകയാണല്ലോ, അതുകൊണ്ട് റായും പെട്ടെന്ന് തന്നെ സെക്രട്ടറിയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരികെ പോകാൻ തുടങ്ങുന്നു. വേഗം പോകാൻ വേണ്ടി ലിഫ്റ്റ് വഴി പോകാമെന്ന് കരുതി അവൾ ലിഫ്റ്റിന് മുന്നിലെത്തിയപ്പോൾ പാർക്ക് അവിടെ നിൽപ്പുണ്ട്. ജുവൻ ലിഫ്റ്റിൽ കയറില്ല എന്നാണല്ലോ അയാൾ വിചാരിച്ചിരിക്കുന്നത്. അവൻ അതിനുള്ളിൽ കയറാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ ശരിക്കും അത്ഭുതപ്പെടുന്നു. വെറുതെ എനർജി വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ എപ്പോഴും സ്റ്റെപ്പ് വഴി വരാറുള്ളത്. ഇപ്പോൾ എനിക്ക് പോകാൻ കുറച്ച് ധൃതിയുണ്ട്, അതുകൊണ്ടാണ് ലിഫ്റ്റ് വഴി പോകുന്നത് എന്ന് റായും അയാളോട് പറയുകയും ചെയ്യുന്നു. ഇത് സത്യമാണോ അല്ലയോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാൾ പതുക്കെ അവിടുന്ന് CCTV കൺട്രോൾ ചെയ്യുന്ന റൂമിലേക്ക് ചെല്ലുന്നു. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെല്ലാം ലഞ്ച് കഴിക്കാൻ പറഞ്ഞയച്ചിട്ട് ജുവൻ ശരിക്കും ലിഫ്റ്റിനുള്ളിൽ കയറുന്നുണ്ടോ എന്ന് അയാൾ CCTV വഴി ചെക്ക് ചെയ്യുന്നു. അവൻ ശരിക്കും ലിഫ്റ്റിനുള്ളിൽ സഞ്ചരിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ അയാളുടെ സകല പ്രതീക്ഷകളും തീരുന്നുണ്ട്. റായും ലിഫ്റ്റിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ലിഫ്റ്റ് ഓഫ് ആവുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്ന് ആദ്യം അവൾക്ക് മനസ്സിലാവുന്നില്ല. സഹായത്തിനായി അവൾ അതിലുള്ള എമർജൻസി ഫോണിലേക്ക് വിളിക്കുന്നു. പക്ഷേ എമർജൻസി റൂമിൽ ഇപ്പോൾ ഉള്ളത് പാർക്ക് മാത്രമാണല്ലോ. അയാൾ ആൻസർ നൽകുന്നില്ല. പാർക്കിന്റെ പണിയായിരിക്കുമോ ഇത് എന്ന് റായിമിന് സംശയം തോന്നുന്നതിനാൽ ക്യാമറയിലേക്ക് നോക്കി എത്രയും പെട്ടെന്ന് പവർ ഓൺ ചെയ്യാനൊക്കെ അവൾ പറയുന്നു. മുന്നിൽ ക്യാമറ വെച്ചിട്ടുള്ളത് പോലെ അവൻ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാനല്ല ഇത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് പാർക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇപ്പോൾ കൺട്രോൾ റൂമിൽ ആരുമില്ല. ജുവൻ ഈ സമയം അവളെ കാണാതെ ഓഡിഷൻ നടക്കുന്നിടത്ത് ആകെ അക്ഷമനായി നിൽക്കുകയാണ്. അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. സമയവും കഴിയാറാവുന്നു. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് മഴ പെയ്തത്. തങ്ങളുടെ സോൾ ഇപ്പോൾ എക്സ്ചേഞ്ച് ആവുമല്ലോ എന്നോർത്ത് അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. മഴ നനഞ്ഞു കഴിഞ്ഞപ്പോൾ പതിവ് പോലെ അവരുടെ സോൾ എക്സ്ചേഞ്ച് ആവുകയും ചെയ്യുന്നു. സ്വന്തം ശരീരത്തിൽ തിരിച്ചെത്തിയതോടെ റായും ശരിക്കും ഹാപ്പി ആവുന്നുണ്ട്. ഓഡിഷന് പങ്കെടുക്കാമല്ലോ എന്നോർത്ത് അവൾ മഴയത്ത് നിന്ന് അകത്തേക്ക് ഓടുന്നു. സോൾ എക്സ്ചേഞ്ച് ആയതിൽ ജുവനും ആദ്യം സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ പിന്നീടാണ് ലിഫ്റ്റിനുള്ളിലാണ് നിൽക്കുന്നത് എന്ന് അവൻ തിരിച്ചറിയുന്നത്. അതോടെ അവനെ പേടി പിടികൂടുന്നു. സഹായത്തിനായി അവൻ എമർജൻസി ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ആരും മറുപടി നൽകുന്നില്ല. അതും കൂടി ആയതോടെ അവന്റെ കണ്ടീഷൻ ആകെ മോശമാവുന്നു. ശ്വാസം കിട്ടാതെ അവൻ പിടയാൻ തുടങ്ങുന്നുണ്ട്. ഓഡിഷന് പങ്കെടുക്കാമെന്നുള്ള സന്തോഷത്തിലായിരുന്നു റായും ആദ്യം ജുവനെ വിളിച്ച് ഈ വിവരം പറയാമല്ലോ എന്ന് കരുതി ഫോൺ കയ്യിലെടുത്തപ്പോഴാണ് അവൻ ലിഫ്റ്റിനുള്ളിലാണല്ലോ എന്നുള്ള കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. അവനെ ലിഫ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതിനെക്കുറിച്ച് അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അവൾ വേഗം തന്നെ അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. അപ്പോഴേക്കും അവൻ്റെ കണ്ടീഷൻ വളരെയധികം മോശമായി കഴിഞ്ഞിരുന്നു. ഒരു വിധത്തിൽ അവൻ കോൾ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ലിഫ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ എന്ന് ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും തളർന്ന് അവൻ്റെ ബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. റായൻ വീണ്ടും വീണ്ടും അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ അവൾ ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.